നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീന ഫ്രാൻസിനോട് ഏകപക്ഷീയമായൊരു ഗോളിനാണ് തോറ്റത്. കളി തോറ്റെങ്കിലും മികച്ച പ്രകടനമാണ് തൻ്റെ ടീം നടത്തിയത് എന്ന് തന്നെ കോച്ച് ഹവിയർ മഷറാനോ പറയുന്നു. ഈ കളിയിൽ മാത്രമല്ല, കളിച്ച എല്ലാ കളിയിലും തൻ്റെ ടീമാണ് ഏറ്റവും അധികം അവസരങ്ങൾ ഉണ്ടാക്കിയതെന്നും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, ഈ സ്പോർട്സിൽ ഇങ്ങനെയുണ്ട്, നന്നായി കളിച്ചു എന്നുള്ളത് കൂടെ ചിലപ്പോൾ നിങ്ങൾ വിജയിച്ചു കൊള്ളണമെന്നില്ല. ഇതുപോലെ വീട്ടിലേക്ക് പോവേണ്ടിയും വന്നേക്കും. ഇതെനിക്ക് പുതിയ അനുഭവമൊന്നുമല്ല. മുമ്പും ഞാൻ കളിച്ചിരുന്ന കാലത്തുമൊക്കെ ഇങ്ങനെ നന്നായി കളിച്ചിട്ടും തോറ്റ സന്ദർഭങ്ങളുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ എടുക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ ഹവിയർ മഷറാനോ പറയുന്നു. സോ മഷറാനയുടെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഹവിയർ മഷറാനോ പറയുന്നു, തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വളരെ ടഫായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. കളിയിൽ ഞങ്ങൾ ആദ്യം ആ ഒരു ഗോള് വഴങ്ങി, ശരിയാണ്. നമ്മളൊരു കൺക്ലൂഷൻ ഇപ്പോൾ കളിയെക്കുറിച്ച് ഈ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്നാൽ പോലും ഞങ്ങൾ ഗോളടിക്കുന്നതിൽ പുറകിൽ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 10-15 മിനിറ്റ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി ആ ഏർലി ഗോള് കൺസീഡ് ചെയ്തതിന് ശേഷം. പക്ഷെ പിന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു തുടങ്ങി. ആ നെർവ്സ് ഞങ്ങൾ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ദെൻ വീണ്ടും മികച്ച രൂപത്തിൽ കളിക്കാനുള്ള ആരംഭമാവുകയും ചെയ്തു. ഇന്നത്തെ മത്സരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അവർക്ക് പ്രത്യേകിച്ച് പിന്നെ അധികം അവസരങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ മത്സരം ടൈ ആക്കാൻ കുറച്ച് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ 20ാമത്തെ മിനിറ്റ് മുതൽ 45ാമത്തെ മിനിറ്റ് വരെ എടുത്താൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം. സെക്കൻഡ് ഹാഫിലും മത്സരം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള റിസൾട്ടും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ പ്രൊട്ടഗനിസ്റ്റ്സ് എന്ന രൂപത്തിൽ തന്നെയാണ് കളിച്ചത്. അതിപ്പം ആദ്യ കളി ഞങ്ങൾ തോറ്റു മൊറോക്കോയുടെ, എന്നാൽ പോലും ആ കളിയിൽ നന്നായി കളിച്ച് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കളിച്ച എല്ലാ കളികളിലും എതിരാളികളെക്കാൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഫുട്ബോളിനെ നമുക്ക് ആ ഒരു മെറിറ്റിൽ മാത്രം മനസ്സിലാക്കാനും കഴിയില്ലല്ലോ. അതാണ് റിയാലിറ്റി. ചിലപ്പോൾ നന്നായി കളിച്ചാലും വീട്ടിലേക്ക് പോവേണ്ടി വരും. ഇത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവേണ്ട അവസരമാണ്. ടുഡേ ഇറ്റ്സ് അവർ ടേൺ ടു ഗോ ഹോം. പിന്നെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഫോർ മീ, കളിക്കാരൻ എന്ന രൂപത്തിലും മറ്റുമൊക്കെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. ഫുട്ബോള് അങ്ങനെയാണ്. നമ്മൾ വിജയിക്കാൻ വേണ്ടി എല്ലാം ചെയ്താലും, അറ്റ്ലീസ്റ്റ് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് മടങ്ങി പോവേണ്ടി വരും. അതാണ് ഈ സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത. ചിലപ്പോൾ അത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, ചിലപ്പോൾ നമുക്കത് ഹൊറിബിൾ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവസാന സെക്കൻഡ് വരെ ദേശീയ ടീമിനായിട്ട് പീസ് ഓഫ് മൈൻഡോട് കൂടി കളിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം തന്നെയാണ് എൻ്റെ കുട്ടികൾ നടത്തിയത് എന്ന് ഹവിയർ മഷറാനോ പറഞ്ഞു. ചുരുക്കത്തിൽ എല്ലാവരുടെയും മനം കവർന്നിട്ടാണ് അർജൻറ്റീന മടങ്ങുന്നത് എന്ന് തന്നെയാണ് മഷറാനോയുടെ വാക്കുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.